എല്ലാ പ്രിയപ്പെട്ടവർക്കും ടെല്ല PSCയുടെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടെല്ല PSCയുടെ MEM സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻ മലയാളവുമായിട്ട് ബന്ധപ്പെട്ട മലയാളത്തിലെ വരാൻ സാധ്യതയുള്ള, അതായത് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള, ഞാൻ ഇതൊരു മുൻവർഷ ചോദ്യം അല്ല പറയുന്നതെന്ന് ആദ്യമേ പറയട്ടെ. നമ്മൾ മുൻവർഷ ചോദ്യങ്ങളൊക്കെ നമുക്ക് കണ്ട് നല്ല പരിചയമാണ്. ഇത് നമ്മൾ നല്ല റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള, നിങ്ങൾ അധികം കേട്ടിട്ടില്ലാത്ത കുറേ ചോദ്യങ്ങളും കൂടി നിങ്ങൾ ഇതിനകത്ത് പരിചയപ്പെടുകയാണ്. അങ്ങനെ എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള ഒരു ചോദ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു 10 ചോദ്യം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോവാണ്. 10 അല്ല, 10-ൽ കൂടുതലുണ്ട്. അപ്പോൾ നമ്മളത് ഇന്ന് പരിചയപ്പെടാൻ പോവാണ്. അതായത് 10-നും 30-നും ഇടയ്ക്ക് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ അത്രയും ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുകയാണ്. അപ്പൊ എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ. അപ്പോ തുടങ്ങാം. നമുക്ക് എല്ലാവർക്കും ഇത് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. കാരണം കേട്ടു പഴകിയ ചോദ്യങ്ങളല്ല, പുതുമയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കിയാ, ശരിയായ വാക്യം കണ്ടെത്തുക. കണ്ടോ ചോദ്യം? ശരിയായ വാക്യം കണ്ടെത്തുക. ഇപ്പറഞ്ഞതിന് അണുകിട വ്യത്യാസമില്ല. അടുത്ത നോക്കിയേ, കാര്യങ്ങളെല്ലാം അവ്യവസ്ഥിതമായിരിക്കുന്നു. ഐകമത്യം മഹാബലം. ഈ മഹാനായ കലാകാരന്റെ സർഗസൃഷ്ടിപരമായ ശേഷിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇതിനകത്തെ ശരിയായ വാക്യം കണ്ടെത്തുക എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഇപ്പറഞ്ഞതിന് അണുകിട വ്യത്യാസമില്ല. അത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ഞാൻ എന്താ തെറ്റെന്ന് പറയാം. ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്, ഇത് മാത്രമാണ് ശരിയുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട തെറ്റ് എന്താണെന്നും കൂടി നമ്മൾ തിരിച്ചറിയണ്ടേ? നോക്കിയേ, ഇപ്പറഞ്ഞതിന് അണുകിട വ്യത്യാസമില്ല തെറ്റായ പ്രയോഗമാണ്. അണു പ്ലസ് ഇട എന്താണ്? അണു പ്ലസ് ഇട ഒരിക്കലും അണുകിടയല്ല. എന്താ വേണ്ടത്? അണുവിടയാണ് ശരി. നമ്മുടെ മനസ്സിൽ അതങ്ങ് ഉറച്ചു കിടക്കല്ലേ, അണുകിട എന്ന്. അപ്പൊ അണു പ്ലസ് ഇട എന്ത് വരണം? അണുവിട എന്ന് വരണം. അപ്പം തികച്ചും ഉയർന്ന നിലവാരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നതെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞു. നിങ്ങൾ ഇത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുക അല്ലെ? അടുത്ത നോക്കിയേ, കാര്യങ്ങളെല്ലാം അവ്യവസ്ഥിതമായിരിക്കുന്നു. ഇവിടെ വ്യവസ്ഥിതം ഇങ്ങനെയല്ല എഴുതുന്നത്. വ്യവസ്ഥയുള്ളത്, വ്യവസ്ഥയുള്ളത്, വ്യവസ്ഥിതം. ഓക്കെ, വ്യവസ്ഥയുള്ളത് വ്യവസ്ഥിതം, വ്യവസ്ഥിതമല്ലാത്തത് അവ്യവസ്ഥിതം. അതാണ് തെറ്റ്. ഇനി ഈ മഹാനായ കലാകാരന്റെ സർഗസൃഷ്ടിപരമായ ശേഷിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഈ ഓപ്ഷൻ കണ്ടിട്ടുണ്ടാവും. KSന്റെ ഒരു PYQ ആയിരുന്നു ഇത് മാത്രം. ഓക്കെ, അപ്പോ ഇവിടെ എന്താ തെറ്റ്? ഇതൊരു പുനരുക്തി ദോഷമാണ്. പക്ഷെ നമുക്ക് അർത്ഥം അറിയത്തില്ല, അതാണ് പ്രശ്നം. സർഗം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താണ്? സൃഷ്ടി എന്നാണ്. അപ്പൊ ഒന്നുകിൽ സർഗശേഷി എന്ന് പ്രയോഗിക്കണം, അല്ലെങ്കിൽ സൃഷ്ടിശേഷി എന്ന് പ്രയോഗിക്കണം. അതാണ് ഇതിനകത്തെ തെറ്റ്. ഇത് നോക്കിയേ, ഐകമത്യം മഹാബലം. എന്താണ് ഐകമത്യം? ഒരേ മനസ്സുള്ള അവസ്ഥ. ഒരേ മനസ്സുള്ള അവസ്ഥ എന്നുള്ളതിന് ഒറ്റപ്പദമാണ് എന്ത്? ഐകമത്യം. അത് വേണമെങ്കിൽ ഒറ്റപ്പദമായിട്ടും നമുക്ക് ചോദിക്കാം. അപ്പൊ ഐകമത്യം മഹാബലമാണ് ഇതിനകത്ത് ശരി. അപ്പോൾ ഈ ഒരു ചോദ്യത്തിലൂടെ നമ്മൾ കുറെ കാര്യങ്ങളും കൂടിയല്ലേ പഠിച്ചത്. അപ്പൊ അതാണ് നമ്മുടെ MEM സീരീസിന്റെ പ്രത്യേകത. വ്യത്യസ്തതയുള്ള കുറെ ചോദ്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സുകളിൽ എല്ലാ സബ്ജക്റ്റിനും പരിചയപ്പെടുകയാണ് അല്ലെ? അപ്പൊ അതായത് മലയാളം, ഇംഗ്ലീഷ്, മാത്സിലെ നമ്മൾ കുറച്ച് എപ്പോഴും കേട്ടുള്ളതല്ല, പുതുമയുള്ള കുറെ ചോദ്യങ്ങളും കൂടിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അടുത്തത് നോക്കിയേ, അഘാഹം. ഇന്നേ വരെ ഒരു ചോദ്യ പേപ്പറിലും കണ്ടിട്ടില്ലാത്ത ഒരു ചോദ്യമായിരിക്കും ഇത്. അഘാഹം എന്നതിന്റെ വിപരീത ശബ്ദം ഏത്? അഘാഹം വിപരീതം എന്താണ്?
പുണ്യാഹം. അഖം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം പാപം എന്നാണ്. അഖം. അപ്പൊ അഹം എന്ന് വെച്ചാൽ ദിവസം. അപ്പൊ പാപം നിറഞ്ഞ ദിവസം അല്ലെങ്കിൽ അശുദ്ധി നിറഞ്ഞ ദിവസം എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് അഖാഹം. അതിന്റെ വിപരീതം പുണ്യം നിറഞ്ഞ ദിവസം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പുണ്യാഹം. ഓക്കെ, നമ്മുടെ മനസ്സിൽ പുണ്യാഹം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ആ തീർത്ഥം എന്നുള്ളതായിരിക്കും ഓർമ്മ വരിക. അപ്പൊ പുണ്യം നിറഞ്ഞ ദിവസം എന്നുകൂടി എന്തിനർത്ഥമുണ്ട്? പുണ്യാഹത്തിന് അർത്ഥമുണ്ട്. അപ്പോ ഇതും പുതുമയുള്ള ചോദ്യമാണ്. അടുത്തത് ധാവള്യം. ളുമല്ല, ധാവള്യം. ധാവള്യം എന്നതിന്റെ വിപരീത ശബ്ദമേത്? ധാവള്യം ഇന്നേ വരെ ചോദിക്കാത്തതാണ്. ഓക്കെ, അപ്പൊ ധാവള്യം വിപരീതം എന്താണ്? കാർഷിണ്യം. ഈ ധാവള്യം എന്നുള്ളതിനകത്ത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പദം ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ, ധവളം. അപ്പൊ ധവളം എന്ന് വെച്ചാൽ വെളുപ്പെന്നാണ് അർത്ഥം. അപ്പൊ വെണ്മയുള്ളത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് ധാവള്യം. അതിന്റെ വിപരീതം കാർഷിണ്യം. കൃഷ്ണം എന്ന് വെച്ചാൽ കുരുമുളക് എന്നും അർത്ഥമുണ്ട്, കറുപ്പ് എന്നും അർത്ഥമുണ്ട്. അപ്പൊ കൃഷ്ണം എന്നതിൽ നിന്ന് രൂപം കൊണ്ട പദമാണ് കാർഷിണ്യം. ഓക്കെ, അപ്പോ ഇരുണ്ട, കറുത്ത എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് എന്ത്? കാർഷിണ്യം. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എന്ത് പഠിച്ചാലും അർത്ഥം മനസ്സിലാക്കിയേ പഠിക്കുള്ളൂ. അപ്പൊ ധാവള്യത്തിന്റെയും കാർഷിണ്യത്തിന്റെയും അർത്ഥം കിട്ടിയില്ലേ? അടുത്ത നോക്കിയേ, കുലീന. നല്ല കുലത്തിൽ പിറന്നവൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് കുലീന. അതിന്റെ വിപരീതം എന്താണ്? കുലട. അപ്പൊ കുലത്തിന് ദോഷമുണ്ടാക്കുന്ന രീതിയിൽ തന്നിഷ്ടപ്രകാരം നടക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് കുലട. ഓക്കെ, അടുത്തത് വധിക്കാനുള്ള ആഗ്രഹം. എന്താണ് ഒറ്റപ്പദം? ജിഘാംസ. ഇതും PYQ അല്ല, നമ്മുടെ ഒരു LDയുടെ ഓപ്ഷനിൽ ഈ പദം വന്നിരുന്നു, ജിഘാംസ. അന്ന് ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതെന്താണെന്ന്. അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിലൂടെ പരിചയപ്പെടുന്നത്. കൊല്ലാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ വധിക്കാനുള്ള ആഗ്രഹം എന്നുള്ളതിന് ഒറ്റപ്പദമാണ് ജിഘാംസ. അപ്പോ ജിഘാംസു ആരായിരിക്കും? കൊല്ലാൻ ആഗ്രഹമുള്ളവൻ. അപ്പോ ചികീർഷ ചെയ്യാനുള്ള ആഗ്രഹം, ഉറങ്ങാനുള്ള ആഗ്രഹം സുഷുപ്സ, സൃഷ്ടിക്കാനുള്ള ആഗ്രഹം എന്താണ്? സിസ്രക്ഷ. അപ്പൊ ഇത് മൂന്നും പരിചയപ്പെടുമല്ലോ. അപ്പൊ ചികീർഷ, സുഷുപ്സ, സിസ്രക്ഷ. അപ്പൊ ഈ ഒരു ചോദ്യത്തിലൂടെ നമ്മൾ 4 ഒറ്റപ്പദങ്ങളും കൂടിയാണ് പരിചയപ്പെട്ടത്. വധിക്കാനുള്ള ആഗ്രഹം, പിന്നെ എന്താണ്? ചെയ്യാനുള്ള ആഗ്രഹം, ഉറങ്ങാനുള്ള ആഗ്രഹം, എന്താണ്? സിസ്രക്ഷ, സൃഷ്ടിക്കാനുള്ള ആഗ്രഹം. അപ്പോ സിസ്രക്ഷ എന്താണ്? സൃഷ്ടിക്കാനുള്ള ആഗ്രഹം. ഓക്കെ, സുഷുപ്സ ഉറങ്ങാനുള്ള ആഗ്രഹം. ഓക്കെ, ഉറങ്ങാനുള്ള ആഗ്രഹം. അടുത്തത് ചികീർഷ ചെയ്യാനുള്ള ആഗ്രഹം. ചികീർഷ ചെയ്യാനുള്ള ആഗ്രഹം. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ ചെയ്യാനുള്ള ആഗ്രഹം ചികീർഷ, ഉറങ്ങാനുള്ള ആഗ്രഹം സുഷുപ്സ, സൃഷ്ടിക്കാനുള്ള ആഗ്രഹം സിസ്രക്ഷ, വധിക്കാനുള്ള ആഗ്രഹം എന്താണ്? ജിഘാംസ. അപ്പോ ചെയ്യാൻ ആഗ്രഹമുള്ളവൻ ചികീർഷു ആയിരിക്കും, ഉറങ്ങാൻ ആഗ്രഹമുള്ളവൻ സുഷുപ്സു ആയിരിക്കും, സൃഷ്ടിക്കാൻ ആഗ്രഹമുള്ളവൻ ആരായിരിക്കും? സിസ്രക്ഷു ആയിരിക്കും. ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലാക്കി. അടുത്ത നോക്കിയേ, കടമില്ലാത്തവൻ എന്നുള്ളതിന് ഒറ്റപ്പദം എന്താണെന്ന് കണ്ടോ? അനഋണി. ഓക്കെ, അപ്പൊ കടമില്ലാത്തവൻ ഒറ്റപ്പദം അനഋണി. ഇതെങ്ങനെയാ വന്നേന്നറിയോ? ഋണം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ്? കടം എന്നാണ്. ക്ലിയർ അല്ലേ? അപ്പോ ഋണം എന്ന് പറഞ്ഞാൽ കടമാണ്. അപ്പോ കടമുള്ള ആളെ നമ്മൾ എന്തു വിളിക്കും? ഋണി എന്ന് വിളിക്കും. അപ്പോ ആ ഋണിയാണ് എന്തായിട്ട് മാറിയത്? ആ ഋണി എന്തായിട്ട് മാറുന്നു? അനഋണി എന്നായിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ആ ഋണി എന്തായിട്ട് മാറുന്നു? അനഋണി. അപ്പോ കടമില്ലാത്തവൻ ഒറ്റപ്പദം അനഋണി. അപ്പൊ അനഋണിക്ക് എതിർലിംഗമുണ്ട്, അനഋണിനി എന്നാണ് എതിർലിംഗം. ഓക്കെ, അപ്പൊ ആ പദം നമുക്ക് മനസ്സിലായി. അടുത്തത് പാട്ടുപാടി രാജാക്കന്മാരെ ഉണർത്തുന്നവൻ. അതിന്റെ ഒറ്റപ്പദം എന്ത് എന്നാണ് ചോദ്യം. ഒറ്റപ്പദം എന്താണ്? പ്രബോധകൻ. വെറൈറ്റി ഒറ്റപ്പദം അല്ലേ? അപ്പൊ പാട്ടുപാടി രാജാക്കന്മാരെ ഉണർത്തുന്നവൻ എന്നുള്ളതിന് ഒറ്റപ്പദം എന്താണ്? പ്രബോധകൻ. നമ്മള് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കൃതികളൊക്കെ ചെയ്യുന്ന ആളാണ് ഉള്ളൂർ. നമ്മൾ അദ്ദേഹത്തെ പ്രബോധനാത്മക കവിതകളുടെ കർത്താവ് എന്നൊക്കെ പറയും. പ്രബോധനാത്മക കാവ്യങ്ങളാണ് ഉള്ളൂർ എഴുതുന്നതൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ പാട്ടുപാടി രാജാക്കന്മാരെ ഉണർത്തുന്നവൻ എന്നുള്ളതിന് ഒറ്റപ്പദം എന്താണ്? പ്രബോധകൻ.
അടുത്തത് വേദന സഹിക്കുന്നവൻ. ഒറ്റപ്പദം കണ്ടോ? പരിവേദി. നമുക്കറിയാം പരദാരമാണെങ്കിൽ അന്യന്റെ ഭാര്യയാണ്. അപ്പോ വേദന സഹിക്കുന്നവൻ എന്നുള്ളതിന് ഒറ്റപ്പദം എന്താണ്? പരിവേദി. അപ്പോ വേദന സഹിക്കുന്നവൻ ഒറ്റപ്പദം പരിവേദി. ഓക്കെ. അടുത്തത് മധു പ്ലസ് അരി. ഓക്കെ, ഇതൊരു സംസ്കൃത സന്ധിയാണ്. ഒരു തവണ നമ്മുടെ ഡിഗ്രി ലെവലിൽ വന്നിരുന്നു വിധു പ്ലസ് ആഗമനം. അപ്പൊ വിധ്വാഗമനമായിരുന്നു അതിന്റെ ശരിയായ ചേർത്തെഴുത്ത്. അപ്പൊ അതേ മാതൃകയിലുള്ള ഒരു സംസ്കൃത സന്ധിയാണ് ഇത് മധു പ്ലസ് അരി. അപ്പോ മധു പ്ലസ് അരി എന്താണ്? മധ്വരി. നല്ല ചോദ്യമല്ലേ? അടുത്തത് നോക്കാം. കപികുലം പ്ലസ് അരജൻ. കേരള വാണ്യത്തിലെ ആദേശസന്ധിയുടെ ആഗമല്ല ആദേശസന്ധിയുടെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് അല്ലെ. അപ്പൊ കപികുലം പ്ലസ് അരജൻ എന്താണ്? കപികുലത്തരജൻ. കപികുലത്തിന്റെ രാജാവ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഇത്ത് ആദേശം ചെയ്യുന്നതിന് ഉദാഹരണമായിട്ടുള്ള ഒന്നാണ് കപികുലത്തരജൻ. കപികുലം പ്ലസ് അരജൻ, കപികുലത്തരജൻ. ഇതേ മാതൃകയിലുള്ളത് നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. 1000 പ്ലസ് ആണ്ട്, ആയിരത്താണ്ട്. തുലാം പ്ലസ് ഇന്റെ, തുലാത്തിന്റെ. അതുപോലെ ഒരു ഉദാഹരണമാണ് ഏത്? കപികുലം പ്ലസ് അരജൻ, കപികുലത്തരജൻ. അടുത്ത നോക്കാം. സമിത് അധികം ലത. സംസ്കൃതത്തിലെ ഒരു സന്ധിയാണ് ഇതും. അപ്പോൾ നമ്മൾ ഭാഷാ സന്ധികൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം നമുക്ക് എന്തിനും കൊടുക്കണം, സംസ്കൃത സന്ധികൾക്കും കൊടുക്കണം. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സമിത് അധികം ലത, ഉത്തരം എന്താണ്? സമില്ലത. പ്ലസിന് മുമ്പ് തായും പ്ലസിന് ശേഷം ലായുമാണെങ്കിൽ എന്തായിട്ട് മാറും? ഇല്ലായായിട്ട് മാറും. അപ്പൊ മറ്റൊരു ഉദാഹരണം നമുക്ക് പരിചയപ്പെടാം. സമ്പത്ത് അധികം ലബ്ധി. കണ്ടില്ലേ? സമ്പത്ത് അധികം ലബ്ധി എന്തായിട്ട് മാറും? സമ്പല്ലബ്ധി. ക്ലിയർ അല്ലേ? അപ്പോ നമുക്ക് അഥവാ വാക്കിന്റെ അർത്ഥം അറിയത്തില്ലെങ്കിൽ പോലും ഈ നിയമം വെച്ച് നമുക്ക് ശരിയാക്കാൻ പറ്റും. അപ്പൊ തായും ലായും വന്നാൽ ഇല്ലായായിട്ട് മാറും. അപ്പൊ സമിത്തധികം ലത, സമില്ലത. ഓക്കെ. അടുത്ത നോക്കിയേ. രാമങ്കൽ. രാമന്റെ അടുത്ത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് രാമങ്കൽ. എങ്ങനെയാ പിരിക്കുക? രാമൻ പ്ലസ് കൽ എന്താണ്? രാമങ്കൽ അല്ലെ. ഇപ്പൊ തൻ പ്ലസ് കൽ തങ്കൽ നമുക്കറിയാം. ഇപ്പോ രാമൻ പ്ലസ് കൽ എന്താണ്? രാമങ്കൽ. നല്ലൊരു ചോദ്യമല്ലേ ഇതും? അപ്പൊ അത് ശ്രദ്ധിക്കുക. നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ഇങ്കൽ എന്നൊക്കെ ഉണ്ട്. ഇപ്പൊ രാമൻ പ്ലസ് കൽ രാമങ്കൽ. അടുത്ത നോക്കിയേ. വിപത്ശങ്ക. സംസ്കൃത വാക്കാണ് അല്ലെ. വിപത്ത് ഉണ്ടാകുമോ എന്ന ശങ്ക എന്നുള്ള അർത്ഥത്തിൽ പറയാം. വിപത്ത് അധികം ശങ്ക ആണ് എന്ത്? വിപത്ശങ്ക. അപ്പൊ പ്ലസിന് മുമ്പ് തായും പ്ലസിന് ശേഷം ഷായുമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഉറപ്പിച്ചോളൂ എന്തായിരിക്കും? ഇച്ഛായായിട്ട് മാറും. അപ്പൊ തായും ഷായും വന്നാൽ ചേർത്ത് എഴുതുന്ന സമയത്ത് ഇച്ഛായായിരിക്കും. സംസ്കൃതത്തിലെ ഒരു എളുപ്പ വഴിയാണിത് പറഞ്ഞത്. സംസ്കൃത സന്ധിയാണ്. അപ്പൊ വിപത്ത് അധികം ശങ്ക, വിപത്ശങ്ക. അപ്പൊ നമുക്ക് തന്നെ അറിയാം വിദ്യുത് അധികം ശക്തി, വിദ്യുത് ശക്തി. അതേ നിയമമാണ്. അപ്പോ വിപത്ത് അധികം ശങ്ക, വിപത്ശങ്ക. അടുത്ത നോക്കാം. ഇതിനകത്ത് ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? അപ്പോ വെണ്മ, വെള് പ്ലസ് മായാണെന്ന് നമുക്കറിയാം. അപ്പോ വെള് പ്ലസ് മ, വെണ്മ അല്ലെ. അപ്പൊ അതെന്തായാലും ആഗമമല്ല, ആദേശമാണ്. ആ പ്ലസ് ഇടം എന്താണ്? അവിടം. പെറ്റ പ്ലസ് അമ്മ, പെറ്റമ്മ. അല്ല പ്ലസ് എന്ന്, അല്ലെന്ന്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിരിച്ചെഴുത്ത് ഇങ്ങനെയാണ്. അപ്പൊ അല്ലെന്ന് പെറ്റമ്മ ഏത് സന്ധിയാണ്? ലോപസന്ധി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സന്ധികളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇതിനകത്ത് രണ്ടക്ഷരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരക്ഷരം ഇല്ലാതെയാകുന്നതാണ് ഏത് സന്ധി? ലോപസന്ധി. അപ്പൊ ഇവിടെ പെറ്റമ്മയും അല്ലെന്നും ലോപസന്ധിയാണ്. വെള് പ്ലസ് മാ, വെണ്മ ആദേശസന്ധിയാണ്. ആ പ്ലസ് ഇടം, അവിടം. പുതുതായിട്ട് ഒരക്ഷരം വന്നു ചേരുന്നത് ഏതാണ്? ആഗമസന്ധിയിലാണ്. അപ്പൊ ആ പ്ലസ് ഇടം എന്താണ്? അവിടം. വ ആഗമിച്ചു. അപ്പൊ ഉത്തരം ഏതാണ്? അവിടം. ക്ലിയർ അല്ലേ? അപ്പോ അവിടം ക്ലിയർ ആയി. അടുത്ത നോക്കിയേ. ജരി എതിർലിംഗം ഏത്? അപ്പോ ജരി എതിർലിംഗം. അപ്പോ ജര എന്നുള്ള പദം നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. അപ്പൊ ജരാനര നമുക്ക് അറിയാവുന്ന പദമാണ്. ജരാനര. എന്താ ജരാനര എന്ന് പറഞ്ഞാല്? ജരാനര
അപ്പോ നമുക്കറിയാം നരയ്ക്കുക എന്ന് പറഞ്ഞാൽ തലമുടിയുടെ കറുപ്പ് നിറം മാറി വെളുപ്പാവുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ നര എന്ന് പറയുക. ജര എന്ന് വെച്ചാല് നമ്മുടെ ആ തൊലിയുടെ ആ സ്നിഗ്ധത നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ എന്തു പറയുക, ജര ബാധിക്കുക എന്ന് പറയാം. അപ്പൊ ജര ബാധിച്ച ആളെ വിളിക്കുന്ന പേരാണ് എന്ത്, ജരി. അപ്പൊ ഒരു അർത്ഥവും കൂടി നമ്മൾ പരിചയപ്പെടുന്നു. ജരി എന്ന് വെച്ചാൽ വൃദ്ധൻ. ഓക്കെ, അപ്പോ ജരി വൃദ്ധനാണ്. ജരി എതിർലിംഗം, അപ്പൊ എന്ത് വരും, ജരിണി. അർത്ഥം എന്താണ്, വൃദ്ധ. അപ്പോ ജരി വൃദ്ധൻ, ജരി വൃദ്ധൻ എന്താണ്, ജരിണി വൃദ്ധ. ഓക്കെ അല്ലേ? അപ്പോ നമ്മള് വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള 15 ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ കാര്യങ്ങളുമാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. അപ്പോൾ ഇതേപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള റാങ്ക് മേക്കിംഗ്, തികച്ചും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള വ്യത്യസ്ത ചോദ്യങ്ങളുമായിട്ട് നമ്മുടെ MEM സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ ക്ലാസ്സിലും വരും. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സും അതിന്റെ അനുബന്ധ കാര്യങ്ങളും എല്ലാവർക്കും ഏറെ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.